ഞാൻ ബേബി രാഘവൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതവിടെ താമരയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇത് ഫ്ലിപ്കാർട്ടിൽ വിത്ത് വാങ്ങിയിട്ടുള്ള താമരയാണ്. അപ്പോൾ താമര നടുന്ന രീതിയും ഇതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോ ഒരു താമരയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചളിയും അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പിന്നെ താമര നട്ടിട്ടുള്ളത്. ഈ ബേസിലുള്ള താമര എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ട്യൂബർ വാങ്ങിയത് ഓൺലൈനിൽ റെയിൻ ഗാർഡനിൽ അവരെടുക്കുന്നതാണ് നീ വാങ്ങിയത്. ഇപ്പോൾ ഇതിൽ പൂക്കൾ നന്നായിട്ട് വിടർന്നിട്ടുണ്ട്. അപ്പോൾ ഈ താമര വിരിഞ്ഞിട്ടാകുമ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. ഇതിപ്പോൾ രണ്ടാമത്തെ പൂവാന്നില്. എന്താ ഇത് വേറൊരു കളറ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഞാൻ ഇടുന്നത് ആണെങ്കിൽ ചളി കുഴച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ട്യൂബർ വെക്കാം. ആ ചളി കുഴക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് പിന്നെ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി അതെല്ലാം മിക്സാക്കിയിട്ട് തന്നെ നടാം. അപ്പോൾ ഇന്നത്തെ പൂ പറിച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നേ. നിറയെ തേനീച്ചയാണ്, ചെറുതേനും മറ്റേ വലിയ തേനീച്ചെല്ലാം നീ താമരക്ക് ചുറ്റും. എന്നതാ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അത് മറ്റേ മഞ്ഞുകാലത്ത് ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇലയെല്ലാം കരിഞ്ഞ പോലെ ഉണ്ടാവും. അതുപോലെ പിന്നെ നമ്മൾ വേനൽക്കാലം ഈ വെള്ളം ഒഴിച്ചുമ്പോൾ നല്ല രീതിയിൽ തളിർത്ത് വരികയും മഴയുടെ കാലഘട്ടവും അതുപോലെ വേനൽക്കാലമെല്ലാം ആകുമ്പോൾ നന്നായിട്ട് പുഷ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് താമര. പിന്നെ നമ്മൾ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നട്ട് കഴിഞ്ഞെങ്കിൽ അത് നല്ല രീതിയിൽ വളരുകയും പിന്നെ സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതിന്. അതുകൊണ്ട് പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പൂക്കൾ കിട്ടാറുണ്ട്.